എൻഡോസൾഫാൻ ദുരിതബാധിത പട്ടികയിൽ നിന്നും കാരണമില്ലാതെ ഒഴിവാക്കപ്പെട്ടവരെ കാസർഗോഡ് പാക്കേജിൽ ഉൾപ്പെടുത്തി സഹായിക്കുമെന്ന മുഖ്യമന്ത്രിയുടെ വാഗ്ദാനം നടപ്പിലാക്കാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു. സഹായ വാഗ്ദാനം പാലിക്കണമെന്നാവശ്യപ്പെട്ട് കാസർഗോഡ് കളക്ടറേറ്റിലേക്ക് സമരസമിതിയുടെ നേതൃത്വത്തിൽ ബഹുജന മാർച്ച് നടത്തി. 2017 ഏപ്രിൽ മാസത്തിൽ നടത്തിയ പ്രത്യേക മെഡിക്കൽ ക്യാമ്പിൽ നിന്നും വിദഗ്ധ ഡോക്ടർമാർ 1905 ദുരിതബാധിതരെ കണ്ടെത്തിയെങ്കിലും പിന്നീട് 287 ചുരുക്കുകയായിരുന്നു. എൻഡോസൾഫാൻ പീഡിത ജനകീയ മുന്നണി നടത്തിയ പ്രക്ഷോഭങ്ങളെ തുടർന്ന് 587 പേരെ കൂടി പട്ടികയിൽ ഉൾപ്പെടുത്തി. അതേ ലിസ്റ്റിൽ ഉൾപ്പെട്ട 1031 പേരെ തിരിച്ചെടുക്കണമെന്ന ആവശ്യം നേടിയെടുക്കാനുള്ള പ്രക്ഷോഭങ്ങളുടെ ഭാഗമായാണ് കളക്ടറേറ്റ് മാർച്ച് സംഘടിപ്പിച്ചത്. എൻഡോസൾഫാൻ ദുരിതബാധിതരിൽ നിന്ന് കാരണമില്ലാതെ ഒഴിവാക്കപ്പെട്ടവരെ കാസർഗോഡ് പാക്കേജിൽ ഉൾപ്പെടുത്തി സഹായിക്കുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞിട്ടും ഫലമില്ലെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു. നമ്മളെ വിളിച്ചിരുന്നു, ഇവിടെ ഡെപ്യൂട്ടി കളക്ടർ വിളിച്ചിരുന്നു. അപ്പോൾ നമുക്ക് നമ്മളെ ഭാഗത്തുനിന്ന് കേൾക്കാൻ തയ്യാറായതല്ലാതെ നമുക്ക് ഒന്നും തരാനുള്ളൊരു വാഗ്ദാനങ്ങൾ നൽകിയിട്ടില്ല. ചികിത്സയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. മരുന്നിനും എല്ലാ കാര്യത്തിനും ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടില്ലാന്നുള്ളത്. മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് എല്ലാ ആനുകൂല്യങ്ങളും തന്ന് നമ്മളെ സമരത്തിൽ നിന്ന് ഇതാക്കണം. പിന്നെ നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് ഇനി സെക്രട്ടേറിയറ്റിൽ കൂടെ കുട്ടികളെയും കൂട്ടിക്കൊണ്ട് നല്ലൊരു ശക്തമായ സമരം നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. പട്ടികയിൽ ഉൾപ്പെട്ടവരുടെ സൗജന്യ മരുന്ന് വിതരണം തുടരുക, മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ വിതരണം ചെയ്യുക, എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് പ്രത്യേക മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുക, മുഖ്യമന്ത്രി ഉറപ്പു നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച്. കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്.